ഐഫോൺ 16 പ്രോ ഒരു വർഷത്തിന് ശേഷം ടെക്നിക്കലി ഒരു വർഷമായിട്ടില്ല, കഴിഞ്ഞ സെപ്റ്റംബറിലാണ് വാങ്ങിയത്. സോ 11 മാസം കഴിഞ്ഞു, ബട്ട് റൗണ്ട് ആയിട്ട് ഒരു വർഷം കിടക്കട്ടെ. പക്ഷേ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം, ഒരു ആൻഡ്രോയിഡ് യൂസർ എന്ന നിലയ്ക്ക് ഒരു ഐഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ട് നമ്മൾ ഇതിന് മുന്നേ ഇഷ്ടം പോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോകളിലെല്ലാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയേണ്ട വ്യൂവേഴ്സ് മതി, കാരണം നമ്മുടെ വീഡിയോ കാണുന്ന 50% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. എനിവേ, വ്യൂവേഴ്സ് ചോദിച്ച കാര്യമാണ്, നിനക്ക് ഐഫോൺ കൊണ്ട് ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടത് വിറ്റ് ഒഴിവാക്കിക്കൂടാ, എന്തിന് നീ ഇപ്പോഴും ഐഫോൺ ഉപയോഗിക്കുന്നു? സോ ഇന്നത്തെ വീഡിയോ എക്സാക്ട്ലി അത് തന്നെയാണ്. ഒരു വർഷമായിട്ടും ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചുകൊണ്ട് ഞാൻ എന്തിനിപ്പോഴും ഈ ഒരു ഐഫോൺ ഉപയോഗിക്കുന്നു. ഏറ്റവും ആദ്യം തന്നെ ഏകദേശം 1.25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട് ഇതിന്. ആൻഡ് ഇതൊരു 256 GB വേരിയൻ്റ് ആണ്. 256 GB വേരിയൻ്റ് എടുക്കാനുള്ള കാരണം, ഇതിന് മുന്നേ ഞാൻ ഉപയോഗിച്ച ഐഫോണുകളെല്ലാം തന്നെ 128 GB ആയിരുന്നുകൊണ്ട് എനിക്കറിയാം പൊതുവെ ഐഫോണുകളിലുള്ള ആപ്ലിക്കേഷൻ സൈസ് കൂടുതലാണ്. ആൻഡ് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് ഒക്കെ ഒരുപാട് ഉപയോഗിക്കും തോറും സൈസ് കൂടി വരികയും ക്യാഷ് മാത്രമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് വീണ്ടും ഇൻസ്റ്റാൾ ഒക്കെ ചെയ്താലേ സ്പേസ് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ 128 ഇസ് നോട്ട് ഇനഫ് 2025 എസ്പെഷ്യലി. അതുകൊണ്ട് ഞാൻ 256 എടുത്തു. ഇപ്പോൾ ഏകദേശം 114 GB ഫില്ലായിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആക്ച്വലി ഈ ഫോൺ ഇറങ്ങിയ സമയത്ത് ഇതിൻ്റെ ഹീറോ കളറായിരുന്നു ഈ ഒരു ഡെസേർട്ട് ടൈറ്റാനിയം. എനിക്ക് ആ സമയത്ത് ഡെസേർട്ട് ടൈറ്റാനിയം അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഈവൻ ഫോൺ ഓർഡർ ചെയ്ത് എൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞിട്ടും ഇത് കണ്ടപ്പോൾ പല ആൾക്കാരും ചോദിച്ചു, ഫോണൊക്കെ കുഴപ്പമില്ല, പക്ഷേ ഈ കളർ വലിയ സുഖമൊന്നുമില്ലടാ. ശരിയാണ്, ആദ്യം ഞാനിത് വാങ്ങിച്ചപ്പോൾ വേണ്ടായിരുന്നു, ബ്ലാക്ക് മേടിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിയെങ്കിലും പിന്നീട് സ്ലോലി ഐ സ്റ്റാർട്ടഡ് ലവിങ് ദിസ് കളർ. ഈ ഒരു കളർ എനിക്ക് മെല്ലെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. കാരണം ആ ഒരു ചുറ്റുമുള്ള ഫ്രെയിമും ഒരു ഗോൾഡൻ ആക്സെൻറ്റും ആ ഒരു ക്യാമറ റിങ്സിന് ചുറ്റുമുള്ള ഗോൾഡൻ ആക്സെൻറ്റ്. ആൻഡ് ഇത് ഒരു ചെറിയ ഫോണാണ്. അപ്പോൾ ചെറിയൊരു ബാക്കിൽ ഈ വലിയ ക്യാമറ മോഡ്യൂളും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക അട്രാക്ഷനാണ് ഇതിന്. അതിന് വർഷങ്ങളായിട്ട് ആപ്പിൾ അവരുടെ ഡിസൈൻ മാറ്റിയിട്ടൊന്നുമില്ല, ഒരേ ഡിസൈൻ തന്നെയാണ് വീണ്ടും കൊണ്ടുവരുന്നെങ്കിലും ക്യാമറ മൊഡ്യൂളിൻ്റെ വലിപ്പം കൂടി വരുന്നത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടി അത് എടുത്ത് കാണുന്നുണ്ട്. ഓൾസോ ഈ ചെറിയ ഫോം ഫാക്ടർ ആണെങ്കിലും ഫോണിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഗ്ലാസ് സാൻഡ്വിച്ച് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ മെറ്റൽ ഫ്രെയിം, താഴെ മുകളിലും ഗ്ലാസ്, ബാക്ക് സൈഡ് ഒരു മാറ്റ് ഫിനിഷ് ഗ്ലാസ് ആണ്. ഇത് കയ്യിലെടുക്കുന്ന സമയത്ത് ചെറിയൊരു വെയിറ്റ് ഉണ്ട്. സോ എന്തോ ഒരു കാര്യം ഇങ്ങനെ കയ്യിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒരു ടൈലിൻ്റെയൊക്കെ പീസ് അല്ലെങ്കിൽ ഒരു വെയിറ്റ് ഉള്ളൊരു സാധനം, ഡെൻസിറ്റി ഉള്ള സാധനം കൈ ഹോൾഡ് ചെയ്യുന്നൊരു ഫീൽ ഉണ്ട്. ആൻഡ് ഒരു ലക്ഷറി, എന്താ പറയുക, കണ്ടു കഴിഞ്ഞാൽ ഒരു ലക്ഷൂറിയസ് ലുക്ക് ഡെഫിനറ്റ്ലി ഉണ്ട്. ആൻഡ് ഓൾസോ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം, ഇന്നും 2025 ആൻഡ്രോയിഡ് ഫോണുകൾ എത്രത്തോളം സുപ്പീരിയർ ആയെങ്കിലും ഐഫോൺ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഒട്ടും കുറഞ്ഞിട്ടില്ല. ആൻഡ് ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പലപ്പോഴും പല സ്മാർട്ട് ഫോണിൻ്റെ ലോഞ്ച് ഇവൻറ്റുകൾ ഡൽഹിയിൽ വെച്ച് നടക്കാറുണ്ട്, നമ്മളതിന് പോകാറുണ്ട്. ആ സമയത്ത് എൻ്റെ പ്രൈമറി ഫോൺ S25 അൾട്രയാണ്, സെക്കൻഡറി ഫോണായിട്ട് ഞാനിത് കൊണ്ടുപോകാറുണ്ട്. എന്നാൽ ആ ഒരു ഇവൻറ്റിന് പോകുന്ന സമയത്ത് ഇവൻറ്റ് ഓർഗനൈസ് ചെയ്യുന്നവരായിക്കോട്ടെ, ബ്രാൻഡിൻ്റെ സൈഡിൽ നിന്നുള്ള PR-കളായിക്കോട്ടെ, മാർക്കറ്റിംഗ് ടീം ആയിക്കോട്ടെ, ഇവരെല്ലാം തന്നെ ഉപയോഗിക്കുന്നത് ഒരു ഐഫോൺ ആയിരിക്കും. അതും iPhone 12, iPhone 13, 14, 15 ബേസ് മോഡലുകളായിരിക്കും ഉപയോഗിക്കുന്നത്. സോ അങ്ങനെ ഒരു ബേസ് മോഡൽ ഐഫോൺ ഉപയോഗിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഇടയിൽ ഞാൻ പോവുകയും സംസാരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ഒരു S25 അൾട്ര എടുത്ത് പുറത്തിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഈവൻ ദോ അവരുപയോഗിക്കുന്ന ഫോണിനേക്കാളും 2 ഇരട്ടിയിൽ കൂടുതൽ വിലയുള്ളൊരു ഫോണാണ് ഇതെങ്കിലും ഇവനൊരു ആൻഡ്രോയിഡ് ആണോ ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു പുച്ഛഭാവം മനസ്സിലുണ്ട്. അതേസമയം അതേ കൂട്ടത്തിൽ പോയിട്ട് ഒരു ഐഫോണാണ് നമ്മൾ പുറത്ത് കയ്യിൽ വെക്കുന്നതെങ്കിൽ കാണുമ്പോൾ ഇവൻ ഐഫോൺ ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്, ഒരു റെസ്പെക്റ്റ് അവരുടെ മൈൻഡിലുണ്ട്. ഐ നോ ദിസ് സൗണ്ട്സ് ലൈക്ക് ടോട്ടൽ ബ്ലണ്ടർ 2025, പക്ഷേ ഇതൊരു സത്യാവസ്ഥയാണ്. ഇതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല, നമ്മളൊക്കെ സ്കൂളിലും കോളേജിലും പഠിച്ചിരുന്ന സമയത്ത് തൊട്ട് എപ്പോഴെങ്കിലും വലുതായി പൈസ സമ്പാദിച്ച ശേഷം ഒരു ഐഫോൺ മേടിക്കണം. ഐഫോൺ ഒരു ആസ്പിറേഷൻ എലിമെൻ്റ് ആയിട്ട് പലരുടെയും മനസ്സിൽ ചെറുപ്പം തൊട്ടേ ഉള്ളതുകൊണ്ട് എത്രയൊക്കെ നല്ല ഫോണുകൾ, എത്രയൊക്കെ നല്ല നല്ല കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും നമ്മുടെ മൈൻഡിലെ കുട്ടിക്കാലത്തുണ്ടായ ഒരു ആസ്പിറേഷൻ അത് ഫുൾഫിൽ ചെയ്യുക. ആൻഡ് അതിന് നമ്മൾ കൽപ്പിച്ചൊരു വാല്യൂ അത് അവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഗ്യാതറിങ്സിൽ പോകുന്ന സമയത്ത് പോലും ഒരു ഐഫോണാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ കിട്ടുന്ന ഒരു സ്റ്റേറ്റസ് സിമ്പിൾ അല്ലെങ്കിൽ ഒരു പവർ എന്ന് പറയുന്നത് അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇനി സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് അവിടെ നിൽക്കട്ടെ, പ്രാക്ടിക്കൽ യൂസിൽ ഐഫോണുകൾ പൊതുവെ പേര് കേട്ടിരിക്കുന്നത് നല്ല വീഡിയോ ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ ഇവിടെ ഐഫോണുകളിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈസ് ഓഫ് യൂസ് അല്ലെങ്കിൽ റിലയബിലിറ്റി. എനിക്കൊരു സാധനം ഞാനിപ്പോൾ കാണുന്നുണ്ട്, അതിൻ്റെ വീഡിയോ എനിക്ക് ഷൂട്ട് ചെയ്യണം, പെട്ടെന്ന് ഷൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഐഫോൺ എടുക്കുക, ഷൂട്ട് ചെയ്യുക. കാരണം എനിക്കറിയാം ഐഫോൺ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിൽ ഷൂട്ടാവും, പ്രോപ്പറായിരിക്കും, വീഡിയോ ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല എന്ന്. ഇൻ കേസ് ഓഫ് ആൻഡ്രോയിഡ് ഫോൺസ് സ്റ്റിൽ വീഡിയോ ക്വാളിറ്റിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എങ്കിലും എടുത്താൽ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാകുമോ എന്നുള്ളൊരു ഇൻറ്റേർണൽ തോട്ട് അത് ഡീഫോൾട്ടായിട്ട് ഉണ്ടാവും, അത് മാറാൻ കുറച്ച് പാടാണ്. ആൻഡ് ഓൾസോ ആസ് എ പേഴ്സൺ ഹു യൂസസ് മാക്ബുക്ക് ടു എഡിറ്റ്, മാക്ബുക്ക് ആണ് എൻ്റെ പ്രൈമറി എഡിറ്റിംഗ് തിങ് എന്നുള്ളത് കൊണ്ട്
എനിക്ക് ഒരു സാധനം ഷൂട്ട് ചെയ്ത് അപ്പം തന്നെ അത് എഡിറ്റ് ചെയ്യണം, അപ്പം തന്നെ അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണമെങ്കിൽ ഐഫോണിൽ നിന്ന് ഡയറക്റ്റ് എനിക്ക് എയർ ഡ്രോപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു സൗകര്യം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് ആൻഡ്രോയിഡിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല. ഈവൻ ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ബി റോൾസ് പോലും എനിക്ക് സിസ്റ്റത്തിലേക്ക് മാക്കിലേക്ക് കയറ്റണമെങ്കിൽ ഞാൻ ലോക്കൽ സെൻറ്റ് പോലത്തെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്താണ് വൈഫൈ വഴി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പക്ഷേ എഗെയിൻ ഇപ്പോൾ അൾട്രാ വൈഡ് 48 മെഗാ പിക്സൽ ആക്കിയെങ്കിലും അതിലെടുക്കുന്ന ഇപ്പോൾ മാക്രോ വീഡിയോസൊക്കെ ഭയങ്കര ഗ്രെയിനിയാണ്. ഈവൻ ആ ഒരു 5x സൂം ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോസ് ആണെങ്കിൽ പോലും അത്ര നല്ല രസമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഓവറോൾ ഫോർ എ നോർമൽ പേഴ്സൺ നല്ലൊരു വീഡിയോ ക്വാളിറ്റി എന്താണോ നമ്മൾ കാണുന്നത് അതേപോലെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അവൻ്റെ ആവശ്യം സാധിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിൽ സബ്റ്റിലായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന വൈബ്രേഷനാണ്. ഞാൻ പല ഫോണുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിനകത്തുള്ള വൈബ്രേഷൻ എങ്ങനെയുണ്ട് എന്ന് ഡൗട്ടാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഫോൺ റിവ്യൂ ചെയ്യാൻ വരുമ്പോൾ അതിൻ്റെ വൈബ്രേഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ അതിൻ്റെ വൈബ്രേഷൻ നല്ലതാണോ മോശമാണോ എന്ന്. ചില ഫോണുകളിലെല്ലാം ഒരേ ഫോണിൽ തന്നെ പ്രോയും ഉണ്ടാവും ബേസ് വേരിയൻറ്റും ഉണ്ടാവും. പ്രോയിലുള്ള വൈബ്രേഷൻ ലേശം നല്ലതായിരിക്കും, ബേസ് വേരിയൻറ്റിലെ വൈബ്രേഷൻ പോലെ ആയിരിക്കും. പക്ഷേ ഐഫോണുകൾ അങ്ങനെയല്ല. ഏത് ഐഫോൺ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ വൈബ്രേഷൻ ഹാപ്റ്റിക് ഫീഡ്ബാക്സ് നല്ലൊരു സ്റ്റാൻഡേർഡുള്ള ഹാപ്റ്റിക്സ് ആയിരിക്കും. ആൻഡ് പലപ്പോഴും ഇപ്പോൾ ഫേസ് ID നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫേസ് റെക്കഗ്നൈസ് ചെയ്ത് കഴിയുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ, സൈലൻറ്റ് മോഡിലേക്ക് ഇടുമ്പോൾ അല്ലെങ്കിൽ സൈലൻറ്റിൽ നിന്ന് മാറ്റുമ്പോഴുള്ള ചെറിയൊരു വൈബ്രേഷൻ. ഇനി നമ്മൾ നോർമലി ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ആൻഡ്രോയിഡ് ഫോണുകളിലൊക്കെ നമ്മൾ താഴേന്ന് ഹോമിലേക്ക് സ്വൈപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ വൈബ്രേഷൻ വരുമ്പോൾ ആ വൈബ്രേഷനും സ്ക്രീനും തമ്മിൽ സിങ്ക് ആവാത്തപ്പോൾ ചെറിയൊരു ലാഗ് പോലെ ഫീൽ ചെയ്യും. പക്ഷേ ഇതിലങ്ങനെയല്ല. ഇതിലിപ്പോൾ നമ്മൾ നോർമലി ഒരു ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് യാതൊരു വൈബ്രേഷൻ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ റീസെൻറ്റ് സ്ക്രീനിൽ പോകുന്ന സമയത്ത് സബ്റ്റിലായിട്ടുള്ള വൈബ്രേഷൻ ഉണ്ടാവും. സോ ഫോൺ നമ്മൾ നോക്കാതെ തന്നെ വൈബ്രേഷൻ ഉപയോഗിച്ച് നമുക്ക് പല കാര്യങ്ങളിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ കമ്പയർ ടു ആൻഡ്രോയിഡ് ഇതിൻ്റെ UI നമ്മൾ നോക്കുവാണെങ്കിൽ ശരിയാണ് ഇപ്പോൾ ലേശം കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ വേണമെങ്കിലും ആപ്പ് ഐക്കണും കാര്യങ്ങളൊക്കെ വെക്കാമെങ്കിലും ഞാൻ ഇതിലൊരിക്കലും ഒരു കസ്റ്റമൈസേഷൻ ചെയ്യാനായിട്ട് മുതിർന്നിട്ടില്ല. ആകെ വാൾപേപ്പർ മാറ്റുന്നു എന്നല്ലാതെ വേറൊന്നും തന്നെ നമ്മൾ ചെയ്യാറില്ല. എന്തൊക്കെയാണ് അവിടെ കിടക്കുന്നത് അത് മസിൽ മെമ്മറിയിൽ അവിടെ ഉണ്ട്. ഇതെടുത്തിട്ട് ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ ക്ലോക്കാണ്, ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ സെറ്റിങ്സ് ആണ് എന്ന് ബൈ ഡീഫോൾട്ടായിട്ട് എൻ്റെ മൈൻഡിലുണ്ട്. ആൻഡ് അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സമയത്താണെങ്കിൽ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ തിരിച്ച് ആ ഒരു ആപ്പിലേക്ക് തന്നെ പോകുന്നു. ബൗൺസിയർ ആയിട്ടുള്ള UI 26ൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ സ്റ്റേബിൾ ആയിട്ടുള്ള UI നോക്കുവാണെങ്കിൽ പോലും ഓവറോൾ ചെറിയ ബഗ്ഗുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ടോട്ടലി ഉള്ള യൂസർ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ കമ്പയർ ടു എനി പേഴ്സൺ ഒരു 20,000 രൂപയുടെ 30,000 രൂപയുടെ ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്ന ഒരാൾ പോലും ഒരു ഐഫോണിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് നോട്ടീസ് ചെയ്യുന്ന കാര്യം ആ ഒരു റിഫൈൻമെൻറ്റ് ഇൻ ആനിമേഷൻ. കുറച്ചുകൂടി സാധനങ്ങൾ പതുക്കെ ഒഴുകി പോകുന്നു, ആ റെസ്പോൺസീവ്നെസ്, ആ ഒരു ബബ്ലിനെസ്, ഇതൊക്കെ നമ്മളൊന്ന് ആകർഷിക്കും. ഇനി 16 പ്രോയിലുള്ള വേറെ പ്രധാന ഗുണം എന്താണെന്ന് വെച്ചാൽ ഈവൻ 6.1 ഇഞ്ച് തന്നെയാണെങ്കിലും ഇതിൻ്റെ ബെസൽ ഭയങ്കര കുട്ടിയാക്കിയിരിക്കുന്നുണ്ട്. 6.3 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്. ആൻഡ് പറയാതിരിക്കാൻ വയ്യ, ഇതിൻ്റെ ബെസൽസ് ഉണ്ടല്ലോ ഭയങ്കര തിന്നായതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശരിക്കും ഒരു ഡിസ്പ്ലേ കൈ പിടിച്ചേക്കുന്ന പോലത്തെ ഒരു ഫീൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു ഫോൺ എന്ന് തോന്നില്ല. ആൻഡ് ഡിസ്പ്ലേ ക്വാളിറ്റി ഈസ് അമേസിങ്. ഐ എം നോട്ട് സെയിങ് ദിസ് ഇസ് ബെസ്റ്റ്, പക്ഷേ ഇറ്റ്സ് എൻ അമേസിംഗ് ഡിസ്പ്ലേ. ഇനി മുകളിൽ കാണുന്ന ഡൈനാമിക് ഐലൻഡ് ഫേസ് ID ഐ നോ ദിസ് മൈറ്റ് ബി അനോയിങ്. ശരിയാണ്, വീഡിയോ കാണുന്ന സമയത്ത് ഇടയിൽ കയറി വരാറുണ്ട്. പക്ഷേ ഈവൻ പലപ്പോഴും ഫ്ലൈറ്റിലിരിക്കുമ്പോൾ പോലും നമ്മൾ ഫോൺ തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ ഡൈനാമിക് ഐലൻഡ് കാണുമ്പോൾ തന്നെ ആൾക്കാരുടെ മൈൻഡിൽ അവൻ്റെ കയ്യിൽ ഐഫോണാണ്, ഡൈനാമിക് ഐലൻഡ് ഉണ്ട്, അപ്പോൾ പുതിയ ഐഫോണാണ്, കൊള്ളാമല്ലോ എന്നൊരു ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു സംഭവമില്ലേ, അത് തലയിൽ കിടന്ന് ഓടുന്നതുകൊണ്ട് ആ ഒരു പെർസെപ്ഷനിലേ ആൾക്കാർ കാണുള്ളൂ. സോ ആ ഒരു ഡൈനാമിക് ഐലൻഡ് ഇൻ എ സൈക്കോളജിക്കൽ വേ ഇറ്റ് ഹെൽപ്സ്. യൂസബിലിറ്റി വൈസ് ഡൈനാമിക് ഐലൻഡ് ഓക്കെ, പലപ്പോഴും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് EV ഒക്കെ ചാർജ് ചെയ്യാനായിട്ട് ഇടുമ്പോൾ ആ ഒരു ഫോൺ ആപ്പിൻ്റെ EVയുടെ ചാർജിങ് പെർസെൻറ്റേജ് കാണിക്കുക, ഇറ്റ് ഈസ് യൂസ്ഫുൾ. ഓൾസോ മൾട്ടിമീഡിയ വൈസ് സ്ക്രീനിൽ ഈ ഒരു സാധനം വരുന്നതല്ലാതെ സ്പീക്കർ ക്വാളിറ്റി ഈസ് അമേസിങ്. ഞാൻ പണ്ടും ഐഫോണുകളുടെ സ്പീക്കറിൻ്റെ ഫാനായിരുന്നു. ഇപ്പോഴും നല്ല ബേസ് ഉള്ള നല്ല ലൗഡായിട്ടുള്ള പഞ്ചി ആയിട്ടുള്ള പതറാത്ത നല്ല സ്പീക്കേഴ്സാണ് വരുന്നത്, ഈവൻ ഇൻ 16 Pro, ഈവൻ ഇൻ ബേസ് 16. ഇനി ചാർജിൻ്റെ കാര്യം വരുവാണെങ്കിൽ ഇതിൻ്റെ സെക്കൻഡറി ഫോൺ ആണെങ്കിൽ ഇപ്പോഴും 137 സൈക്കിൾസായി, 99% ഇതിൻ്റെ ബാറ്ററി ഹെൽത്ത് ഉള്ളത്. ആൻഡ് ഈസിലി ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി കുറവാണെങ്കിലും എനിക്ക് 1 day യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. എൻ്റെ യൂസ് ഒരു ഹെവി യൂസ് അല്ല, യൂസ് മോസ്റ്റ്ലി സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക, വീഡിയോസ് ഷൂട്ട് ചെയ്യുക, റെഗുലർ ബ്രൗസിങ്, സർഫിങ് ഇതൊക്കെ ചെയ്യുക എന്നുള്ളതായതുകൊണ്ട് ആ ഒരു പെർസ്പെക്റ്റീവിൽ എനിക്ക് സുഖമായിട്ട് 1 day ബാറ്ററി ബാക്കപ്പ് ഈസിലി കിട്ടുന്നുണ്ട്. സോ ബാറ്ററി ഈസ് നോട്ട് എ കംപ്ലൈനിങ് ഇഷ്യൂ കൺസിഡറിങ്. ഇപ്പോൾ S25 Ultra നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും ഇതിനേക്കാളും ഇരട്ടി വലിപ്പമുള്ള ബാറ്ററി ഉണ്ടെങ്കിലും ഇരട്ടി വലിപ്പമുള്ള സ്ക്രീനാണ്, റെസൊല്യൂഷൻ കൂടിയ സ്ക്രീനാണ്, കൂടുതൽ പവർ ഹംഗ്രി ആയിട്ടുള്ള ചിപ്സെറ്റാണ്. ആൻഡ് ആൻഡ്രോയിഡിൽ ഒപ്റ്റിമൈസേഷനും ഐഫോണിൽ ഒപ്റ്റിമൈസേഷനും കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഇതിന് രണ്ടിനും സിമിലർ ബാറ്ററി ബാക്കപ്പാണ് കിട്ടുന്നത്. സോ ബാറ്ററി ഈസ് നോട്ട് എൻ ഇഷ്യൂ. ഇനി ഐഫോണുകൾ എടുക്കുന്ന സമയത്ത് ഐഫോണിൽ ഒരു ചെറിയ ഈ ഒരു ക്യാമറ ബട്ടൺ ഞാൻ ഉപയോഗിക്കാറ് പോലും ഇല്ലെങ്കിൽ അത് പൊട്ടിക്കഴിഞ്ഞാൽ
പോലും ഏകദേശം 20-25,000 രൂപ കൊടുക്കേണ്ടി വരും മാറ്റാനായിട്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ ആപ്പിൾ കെയർ പ്ലസ് എടുക്കാറുണ്ട്. ഫോൺ മേടിച്ച് ആദ്യത്തെ 90 ദിവസത്തിനുള്ളിൽ ആപ്പിൾ കെയർ പ്ലസ് എടുക്കാം. ഈ ആപ്പിൾ കെയർ പ്ലസ് എടുക്കുന്ന സമയത്ത് പോലും നമുക്ക് ആപ്പിളിൻ്റെ ചാറ്റ് ഉണ്ട്. ചാറ്റിനകത്ത് പോയിട്ട് നമുക്ക് ആപ്പിൾ കെയർ പ്ലസ് വേണമെന്ന് ചാറ്റ് ചെയ്യുക, നമുക്ക് കോൾ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. കോൾ ഷെഡ്യൂൾ ചെയ്തിട്ട് അവർ വിളിച്ചിട്ട് നമ്മളോട് കാര്യമായിട്ട് നമ്മുടെ എന്തോ വീട്ടുകാരെ സംസാരിക്കുന്ന പോലെ, എന്തൊക്കെയുണ്ട്, സുഖമാണോ, ഹൗ ഈസ് ദ വർക്ക് ഗോയിങ് ഓൺ, നിങ്ങൾക്കെല്ലാം ഓക്കെ അല്ലേ, വീട്ടുകാർക്കൊക്കെ സുഖമല്ലേ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ ആപ്പിൾ കെയർ പ്ലസ് എടുക്കാൻ നോക്കുക, ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻസ്, ഇതൊക്കെ വിശദമായിട്ട് ഇങ്ങനെ പറഞ്ഞു തന്ന് അവരിങ്ങനെ ഒരു ഹറി ഒന്നുമില്ല, നമ്മൾ കാര്യമായിട്ട് ഇങ്ങനെ സംസാരിച്ച് നമുക്ക് പേയ്മെൻറ്റ് കൊടുത്ത് ആപ്പിൾ കെയർ പ്ലസ് ഒക്കെ ആക്ടിവേറ്റ് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നമുണ്ട് ഫോണിൽ നിന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ആപ്പിളിൻ്റെ ചാറ്റ് എടുത്തിട്ട് സംസാരിക്കുക, ലൈവായിട്ട് ആക്ച്വൽ എംപ്ലോയിൻ്റെ അടുത്ത് സംസാരിച്ച് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ആപ്പിളിൻ്റെ സ്റ്റോറി പോയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം, വിച്ച് മീൻസ് നിങ്ങൾക്കൊരു പേഴ്സണൽ കസ്റ്റമർ കെയർ എക്സ്പീരിയൻസും കൂടി ഫീൽ ചെയ്യിപ്പിക്കും. ആൻഡ് യുടെ കാര്യം ഒന്നും പറയാനില്ല, ഈവൻ ദോ ഇപ്പോൾ 1 ഇയർ ആയാൽ പോലും ഫസ്റ്റ് ഡേ ഞാൻ മേടിച്ചപ്പോൾ എന്തായിരുന്നു യുടെ അവസ്ഥ അത് തന്നെയാണ് ഇപ്പോഴും. ഒരു ലാഗും ഇല്ല, ഒന്നും തന്നെ തോന്നില്ല. ഇപ്പോഴും ഈ ഫോൺ ആരെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് പുതിയ ഫോണാണല്ലേ എന്ന് പോലും ചോദിക്കുന്ന രീതിക്കാണിത്. ബിക്കോസ് ഐ സെറ്റ് 256 GB ആയതുകൊണ്ട് മെമ്മറി ഫുള്ളായിട്ടുള്ള ഹാങ്ങിൻ്റെ ഇഷ്യൂസ് ഒന്നുമില്ല. മെമ്മറി ഫുൾ ആയില്ല എന്നുണ്ടെങ്കിൽ ഹാങ് ഒന്നും ആവില്ല. അല്ലാത്ത പക്ഷം അത് യൂസ് ചെയ്യുമ്പോൾ പോലും അന്ന് എന്താണോ ഇന്നും അത് തന്നെയാണ്. ഇനി ഈ ഫോൺ കൊണ്ട് എൻ്റെ ഉപയോഗം എന്താണ്, കൺസിഡറിങ് ഇഷ്ടം പോലെ ഫോൺസ് നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്, ഇഷ്ടം പോലെ ഫോൺസ് ഇപ്പോൾ എനിക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. എങ്കിലും ഇത് ഞാൻ ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഒന്ന് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ചും ഫോണുകളുടെയൊക്കെ ബി റോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് എടുത്ത് പെട്ടെന്ന് മാക്കിലേക്ക് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് വെരി ഹെൽപ്ഫുൾ. ഇനി രണ്ടാമത്തെ കാര്യം സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് പോലത്തെ ആപ്ലിക്കേഷൻസിലേക്കല്ല, ഇപ്പോൾ ഞാൻ മാക്കിലൊരു വീഡിയോ എഡിറ്റ് ചെയ്തു, ഒരു ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്തെങ്കിൽ എനിക്ക് അപ്പം തന്നെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് എനിക്ക് എൻ്റെ ഐഫോണിലേക്ക് സെൻഡ് ചെയ്യാം, അതിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്യുക, ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. ആൻഡ് അപ്ലോഡിങ് ക്വാളിറ്റി ആൻഡ് അപ്ലോഡിങ് ആ ഒരു എന്താ പറയുക കുറച്ച് യൂസബിലിറ്റി UI UX ബെറ്ററാണ് ഐഫോണിൽ കമ്പയർ ടു ആൻഡ്രോയിഡ്. ബട്ട് അഗെയിൻ ക്വാളിറ്റി കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. 25 അൾട്ര ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴും ഇറ്റ്സ് ദ സെയിം, ഇതിലും സെയിം ആണ്. ബട്ട് ആ ഒരു ഫീലിംഗ് കുറച്ചുകൂടി സ്മൂത്തറായിട്ട് തോന്നും. പക്ഷേ അവിടെയും ഹിക്കപ്സ് ഉണ്ട്. ലൈക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഒരു സ്റ്റോറി ഇടുവാണെങ്കിൽ ആ സ്റ്റോറി ഇട്ട് തീർന്നവരെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് വെക്കണം. റീൽസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്ത് തീരുന്നവരെ ഓപ്പൺ ആക്കി വെക്കണം. ബാക്ക്ഗ്രൗണ്ടിലൊന്നും അപ്ലോഡ് ആവില്ല എങ്കിലും ഫൈൻ. ഓൾസോ പലപ്പോഴും പല മെയിലുകളും വരുമ്പോൾ, പ്രത്യേകിച്ച് ഒരു യൂട്യൂബ് ചാനലിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഫിഷിംഗ് ലിങ്ക്സ്, ഫിഷിംഗ് ആപ്സ്, അതേപോലെ തന്നെ പല ജങ്ക് മെയിൽസ് നമുക്ക് വരും. അപ്പോൾ അത് കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ കമ്പയർ ടു ആൻഡ്രോയിഡ്, ഐഫോണുകളിൽ നമ്മൾ പല ലിങ്കുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ APKകളൊക്കെ ആണെങ്കിൽ ഡൗൺലോഡ് ആവില്ല. അഗൈൻ ഐഫോൺ ഡൗൺലോഡ് ആവുന്നത് പോലും പല സ്ഥലങ്ങളിലാണ്, സെപ്പറേറ്റ് ഫയൽ സിസ്റ്റം ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി വിൽ ഫീൽ സേഫർ. അതായത് അബദ്ധങ്ങൾ പോയി കാണിക്കുന്നതിൽ നിന്നും ഇത് തന്നെ കുറച്ച് പ്രിവെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ചിന്തിക്കാതെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഫീലിംഗ് ഉണ്ട്. ആൻഡ് ഓൾസോ നമ്മൾ മീറ്റിംഗ്സ് കൂടുക, ഇപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ബ്രീഫിംഗ് മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കൂടുന്ന സമയത്ത് എന്തുകൊണ്ടെന്നറിയില്ല, ബട്ട് ഐഫോണുകളിലുള്ള ആപ്സ് കുറച്ചുകൂടി ഒപ്റ്റിമൈസ്ഡ് ആയതുകൊണ്ട് പലപ്പോഴും ബെറ്റർ ഓഡിയോ ക്വാളിറ്റി, നമ്മൾ സംസാരിക്കുന്ന മൈക്രോഫോണിൻ്റെ ക്വാളിറ്റി എല്ലാം ബെറ്ററായിട്ട് ഐഫോണുകളിലാണ് പറയപ്പെടുന്നത്. എസ്പെഷ്യലി നമ്മൾ എയർപോർട്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും. ഈവൻ ദോ വൈഫൈ റേഞ്ച് റിസപ്ഷൻ കുറവാണ്, പുറത്തുള്ള സിഗ്നൽ റിസപ്ഷൻ ആണെങ്കിലും കമ്പയർ ടു എൻ്റെ S25 അൾട്ര ഇതിന് കുറവാണെങ്കിലും സിഗ്നൽ കിട്ടുന്ന സമയത്തുള്ള കോൾ ക്വാളിറ്റി ഈസ് അമേസിങ്. പിന്നെ ഇപ്പോൾ നമ്മൾ വോളിയൊക്കെ കൂട്ടുവാണെങ്കിൽ ആ ഒരു വരുന്ന ചെറിയ സബ്റ്റിലായിട്ടുള്ള ഒരു ആനിമേഷൻ, ചാർജ് ചെയ്യാനായിട്ട് നമ്മൾ ഫോൺ കുത്തുന്ന സമയത്ത് ആ ഒരു സൗണ്ട് ഉണ്ട്, ആ സിഗ്നേച്ചർ സൗണ്ട്, അത് കേട്ട് കഴിഞ്ഞാൽ അറിയാം ഒരു ഐഫോണാണ് ചാർജ് ആവുന്നത്. അത് ഐഫോണിനും സെയിം ആണ്, മാക്കിനും സെയിം ആണ്, ഐപാഡിനും സെയിം ആണെന്നുള്ളതുകൊണ്ട് ചാർജ് ആവുന്നുണ്ടോ എന്നറിയാനായിട്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു സൗണ്ട് കൊണ്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഐക്കോണിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി ഗെയിമിങ് ഞാൻ ഈ ഫോണിൽ ചെയ്യാറില്ല, കാരണം എനിക്ക് ഗെയിമിങ്ങിന് യൂസ് വരാറില്ല. ബട്ട് ഗെയിമിങ്ങിന് എക്സെപ്ഷനലി ഗുഡ് ഡിവൈസ് ആണ്. ഇപ്പോഴും BGMI പല ഫോണുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പല ഇവൻറ്റുകൾ നടത്തുന്നുണ്ടെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഈ ഗെയിമേഴ്സ് അല്ലെങ്കിൽ സ്ട്രീമേഴ്സ് യൂസ് ചെയ്യുന്നത് ഐഫോണാണ്, ബിക്കോസ് ഓഫ് ദ സ്റ്റേബിൾ പെർഫോമൻസ് ആൻഡ് ബിക്കോസ് ചിപ്സെറ്റ് ഈസ് റിയലി പവർഫുൾ. എന്തുകൊണ്ടെന്നറിയില്ല, ഇപ്പോഴും ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ഉണ്ടായിട്ട് മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റില്ല, ബാക്ക്ഗ്രൗണ്ടിലൊരു ടാസ്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഒരു വീഡിയോ റെൻഡർ ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ വിട്ടുപോയി കഴിഞ്ഞാൽ റെൻഡറിങ് സ്റ്റോപ്പ് ആവും. സോ ഫുൾ പൊട്ടൻഷ്യൽ നമ്മളെ കൊണ്ട് ഒരു ആപ്ലിക്കേഷനെ ഒറ്റ ടൈം ഉപയോഗിക്കാൻ സമ്മതിക്കുള്ളൂ എന്നുള്ളതുകൊണ്ട് ആ ആപ്ലിക്കേഷന് ആ ഒരു ചിപ്പിൻ്റെ മൊത്തം പവർ അങ്ങോട്ട് കിട്ടുവാണ്. കമ്പയർ ടു ആൻഡ്രോയിഡ് അങ്ങനെയല്ല, എനിക്ക് 2 വീഡിയോ 2 ആപ്ലിക്കേഷനിൽ അറ്റ് എ ടൈം മൾട്ടി വിൻഡോ വെച്ചിട്ട് റെൻഡർ ചെയ്യാൻ പറ്റുമ്പോൾ സ്പ്ലിറ്റ് ആയിട്ടൊക്കെ പോകും. ആ സംഭവത്തിനകത്തില്ല. സോ ഇൻ ദ എൻഡ് ഇഫ് യു ആസ്ക് മീ, ഒരു ഐഫോൺ എടുക്കുന്നത് 2025 ഒരു മണ്ടത്തരമാണോ, കൺസിഡറിങ് ആൻഡ്രോയിഡിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇഷ്ടം പോലെ വീഡിയോസ് എനിക്ക് ഇടാൻ പറ്റും എന്തുകൊണ്ട് ഇതിൽ കുറവുകളുണ്ട് എന്ന്. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ചെറുപ്പം തൊട്ടേ ഉള്ളൊരു ആഗ്രഹമാണ് ഒരു ഐഫോൺ എടുക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ കാലമായി പൈസ സമ്പാദിച്ച് വെച്ച് EMIക്കല്ല കേട്ടോ, EMIക്കും ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയല്ല, നിങ്ങൾ പൈസ സമ്പാദിച്ച് വെച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹം സാധിക്കാനായിട്ട് ഐഫോൺ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വൈസ് ഡിസിഷനാണ്. കാരണം എന്താ, നിങ്ങൾക്കൊന്ന് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു എന്നുള്ളൊരു ഡോപ്പമൈൻ ഹിറ്റ്, ആൻഡ് 2
പബ്ലിക്കിനിടയിൽ ഇപ്പോഴും ആ ഒരു സ്റ്റേറ്റസ് സിമ്പലിൻ്റെ ഒരു ചിന്തയുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു 12 ലക്ഷം രൂപ കൊടുത്ത് ഒരു കാറ്, പുത്തൻ കാറ്, നിങ്ങളിപ്പോൾ ഒരു ടാറ്റേൻ്റെ കാറ് വാങ്ങിച്ചിട്ട് റോട്ടിൽ കൂടെ ഓടിച്ചു പോവുകയാണ്. വേറൊരാൾ സെക്കൻഡ് ഹാൻഡ് ഇപ്പോൾ 15 വർഷം പഴക്കമുള്ള ഒരു ബെൻസ് കാറ് വാങ്ങി എന്ന് വിചാരിക്കുക. അത് ഏകദേശം നിസ്സാരം ഒരു 5-6 ലക്ഷം രൂപയ്ക്കൊക്കെ കിട്ടുമല്ലോ, മറ്റേ അതർ സ്റ്റേറ്റ് വണ്ടികൾ. അത് ഓടിച്ച് പോവുകയാണെങ്കിൽ റോട്ടിൽ കൂടെ പോകുമ്പോൾ ആ ഒരു BMW അല്ലെങ്കിൽ ബെൻസ് അല്ലെങ്കിൽ ഓടി കാണുമ്പോഴായിരിക്കും ദേ ഒരു ഓടി പോകണം, ദേ ഒരു BMW പോകണം എന്ന് ആൾക്കാർ പറയും. ഈവൻ ദോ തൊട്ടപ്പുറത്തുള്ള അതിനേക്കാളും 4 ഇരട്ടി 2 ഇരട്ടി വിലയുള്ള വണ്ടിയായിരിക്കും, അത് പുതിയ വണ്ടിയാണ്, അത് കൊള്ളാമെന്ന് പറയില്ല. ആ ഒരു പെർസെപ്ഷൻ ഇപ്പോഴും ഉള്ളതുകൊണ്ട് യു വിൽ നോട്ട് ബി ഡിസപ്പോയിൻറ്റഡ്. ആൻഡ് മൂന്നാമത്തെ കാര്യം, നോർമൽ പേഴ്സൺ, എന്നെപ്പോലെ ഒരു ടെക്കി ഒന്നുമല്ല, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം, വീഡിയോസ് നല്ലപോലെ എടുക്കാൻ പറ്റുന്ന സോഷ്യൽ മീഡിയ ആപ്സ് നല്ലപോലെ വർക്ക് ചെയ്യണം, കോൾ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വേണം, ആൻഡ് ഡിസ്പ്ലേ അത്യാവശ്യം നല്ലതായിരിക്കണം. ഫാസ്റ്റ് ചാർജിങ് ഒന്നും നിങ്ങൾക്ക് വേണ്ട, ബട്ട് റെഗുലർ ടൈമിൽ ചാർജ് ആയാൽ മതിയെങ്കിലും അത്യാവശ്യം ബാറ്ററി നിൽക്കണം. ഓവറോൾ നിങ്ങൾ വാങ്ങിച്ച അന്നും 1 വർഷം 2 വർഷത്തിന് ശേഷവും അതേ ഒരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യണം. വലിയ ചെറിയ റെസ്ട്രിക്ഷൻസ് കാര്യമൊന്നും നിങ്ങൾക്കില്ല, അങ്ങനെ ഇക്കോസിസ്റ്റവും കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല, അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ചൂസ് എൻ ഐഫോൺ, യു വിൽ നോട്ട് ബി ഡിസപ്പോയിൻറ്റഡ്. സോ ദാറ്റ്സ് മൈ പോയിന്റ് ഓഫ് വ്യൂ അബൌട്ട് using iPhone. And iPhone 16 Pro is a great phone. It's an amazing phone. ഇപ്പോഴും ഇനി 17 പ്രോയിലേക്ക് മാറണോ വേണ്ടയോ, 17 Pro ഇറങ്ങുമ്പോൾ ഞാൻ പറയാം. ബട്ട് 16 Pro is a good buy. നല്ല ഡിസ്കൗണ്ടിൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വാങ്ങിക്കാം. സോ അത്ര ഉള്ളൊരു വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ.